ഹലോ ഫ്രണ്ട്സ്, സ്മാർട്ട് കാൻഡിൽസ് യൂട്യൂബ് ചാനലിൽ നിന്നും റിയാസാണ്. മാർക്കറ്റ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റിൽ നല്ലൊരു ബൈ മൊമെൻ്റ് നമ്മൾക്ക് കാണാൻ പറ്റിയിരുന്നു. FIDI ഡാറ്റ പുറത്തു വന്നിരിക്കുന്നു. FII 3664 കോടിയുടെ ബൈയിങ് ആയിരുന്നു ഇന്ന്. അതേപോലെ തന്നെ DI ആണെങ്കിൽ 250 കോടിയുടെ സെല്ലിംഗ് ആയിരുന്നു. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് എടുത്ത് നോക്കാം. നിഫ്റ്റി ഇന്ന് 0.75 അപ്പായിരുന്നു. നമുക്ക് കാണാം നല്ലൊരു ക്യാൻഡിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ 24,350 മുകളിലാണ് ക്ലോസിങ്. നല്ലൊരു ബൈയിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഇന്ന് 1.13% അപ്പാണ്. നിഫ്റ്റി ഓട്ടോയിൽ ഇന്നലെ പോസിറ്റീവ് കണ്ടിരുന്നു. അപ്പം അതിൻ്റെ തുടർച്ചയായി ഇന്നും 0.65% അപ്പാണ്. നിഫ്റ്റി IT 0.48% അപ്പായിരുന്നു. അതേപോലെ നിഫ്റ്റി FMCG, നിഫ്റ്റി ഫാർമ ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. പിന്നെ ഇന്ത്യ വിക്സ് ഇന്ന് 2% ഇടിവ് രേഖപ്പെടുത്തി. അതേപോലെ മിഡ് ക്യാപ്പിൽ നല്ലൊരു ക്യാൻഡിൽ നമുക്ക് വീണ്ടും മൊമെൻറ്റം കാണിക്കുന്നു. സ്മോൾ ക്യാപ്പ് കണ്ടിന്യൂസ് ആയിട്ട് റാലിയാണ് സ്മോൾ ക്യാപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഗോൾഡ് ഇപ്പം ഫ്ലാറ്റായി ട്രേഡ് ചെയ്യപ്പെടുന്നു. NSE അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 1850 കമ്പനി പോസിറ്റീവിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 659 കമ്പനി ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. നിഫ്റ്റി 50യിലുള്ള 41 കമ്പനിയും പോസിറ്റീവായിരുന്നു ഇന്ന് ക്ലോസിംഗ്. 9 കമ്പനി ലോസ് രേഖപ്പെടുത്തി. നിഫ്റ്റി 50യിൽ അദാനി പോർട്ട് 5.99% അപ്പായിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ 9 കമ്പനിയിൽ നിന്നും ഹീറോ മോട്ടോ കോർപ്പ്, ഭാരതി എയർടെൽ 1% മുകളിൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. നിഫ്റ്റി 500ൽ ഗ്രാനുൾസ് ഇന്ത്യ 10% മുകളിൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹൈദരാബാദ് ഫെസിലിറ്റിയിൽ സെപ്റ്റംബർ 7-നുണ്ടായ US FDA പരിശോധന ഫലമായി 6 നിരീക്ഷണങ്ങളോട് കൂടിയ ഫോം 483 കമ്പനിക്ക് നൽകപ്പെട്ടതായി കമ്പനി എക്സ്ചേഞ്ചിനെ അറിയിച്ചിരുന്നു. തുടർന്നുണ്ടായ ഈ ഇടിവ് FY25 Q3 റവന്യൂവിനെ ബാധിക്കുമെന്നാണ് നിരീക്ഷിക്കുന്നത്. ഇത്രയും വലിയ ഇടിവുണ്ടായിട്ടുള്ളത് അത് കാരണമാണ്. ഹൈദരാബാദ് ഫെസിലിറ്റി കമ്പനിയുടെ വരുമാനത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു ഇടമാണ്. കൂടുതൽ വാർത്തയുമായി നാളെ കണ്ടുമുട്ടാം. ബൈ.